Hi students, today we will discuss about stack. In this session we will discuss how effectively we use stack in our program and what are the style of accessing, different style of accessing a stack. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാക്ക് ആൻഡ് റീഡ് റൈറ്റ് മെമ്മറി. ഒരു സ്റ്റാക്ക് എന്താണെന്നും സാധാരണ റീഡ് റൈറ്റ് മെമ്മറി സ്റ്റാക്കും തമ്മിൽ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്നും എന്താണ് സ്റ്റാക്ക് എന്നൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത്. എനിവേ, സ്റ്റാക്ക് ഇൻ 8085 microprocessor system can be described as a set of read-write memory, set of locations in the read-write memory. അത് ആക്ച്വലി റീഡ്-റൈറ്റ് മെമ്മറി തന്നെയാണ്. സാധാരണ റീഡ്-റൈറ്റ് മെമ്മറിക്കകത്തുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റാക്കിനൊരു സ്പെഷ്യൽ മെമ്മറി ഒന്നുമില്ല. ഓൾറെഡി ഉള്ള റീഡ്-റൈറ്റ് മെമ്മറിക്കകത്ത് ഒരു സ്പെഷ്യൽ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാക്കായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. സ്പെഷ്യൽ ഏരിയ എന്നൊന്നുമില്ല, ഒരു ഏരിയ നമ്മൾ സ്റ്റാക്കായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. വൺസ് നമ്മളത് സ്റ്റാക്കായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സാധാരണ ഒരു റീഡ് റൈറ്റ് മെമ്മറിയായിട്ട് അതിനകത്ത് റീഡ് റൈറ്റ് ആക്സസിങ്ങും റീഡ് റൈറ്റ് ഫാഷനൊക്കെ ഉണ്ടായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കുന്നത് മാത്രമേ. അല്ലാതെ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ എന്തില്ല, മെമ്മറി ലൊക്കേഷൻസോ മെമ്മറി ഇതൊന്നുമില്ല. പക്ഷെ നമ്മളൊരു റീഡ് റൈറ്റ് മെമ്മറി ഏരിയ സ്റ്റാക്കായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം സ്റ്റാക്ക് ഇസ് എ സ്പെഷ്യൽ read-write memory locations. Once the stack is defined, we can access stack in a different manner. എന്താണ് ഡിഫറെൻറ്റ് മാനർ? സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ പേരിനകത്ത് തന്നെ ഉണ്ട്, നമ്മൾ സ്റ്റാക്ക് ചെയ്യാം. സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഡിഫറൻസ് എന്താണ്? നമുക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കി വയ്ക്കുക. ഒരു എന്താ പറയുക, ഏതെങ്കിലും കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നിൻ്റെ മേലെ വേറൊന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും അടിയിലുള്ള സാധനം നമുക്ക് ആദ്യം എടുക്കാൻ പറ്റില്ല. അതേപോലത്തെ ഒരു ഡിഫിക്കൽട്ടീസ് ഇവിടെ ഉണ്ട്. ഡിഫിക്കൽട്ടീസ് എന്നല്ല, ആക്ച്വലി അതിനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഫാഷനിൽ മാത്രമേ എന്ത് പോസിബിളായിട്ടുള്ളൂ. സ്റ്റാക്കിനകത്ത് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാൻ പോസിബിളായിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് റൈറ്റ് ചെയ്തത് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് റൈറ്റ് ചെയ്തതാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ആക്ച്വലി സ്റ്റാക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനത്തിനകത്ത് നമ്മൾ അടുക്കി വയ്ക്കുന്നത്, ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് പറഞ്ഞ സാധനം അടുക്കി വെച്ചു. അടുത്തത് അതിൻ്റെ മേലെ 2 വെച്ചു, 3 വെച്ചു, പിന്നെ 4 വെച്ചു അല്ലേ. ഫസ്റ്റിൽ ഇതാണ് 1, ഇത് 2 ആണ്, ഇത് 3, എന്നിട്ടാണ് നമ്മൾ 4 വയ്ക്കുന്നത് അല്ലേ. ഫസ്റ്റ് വെച്ചത് ഏതാ, 1 അല്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് എടുക്കണമെങ്കിലും 1 എടുക്കാൻ പറ്റില്ല, ഡയറക്റ്റ് 2 എടുക്കാൻ പറ്റില്ല, 3 എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ, 4 എടുക്കാൻ പറ്റുള്ളൂ. പുറത്തേക്ക് എടുക്കണമെങ്കിൽ 4 മാത്രമേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ലാസ്റ്റ് ഇൻ ചെയ്തത്, ഏറ്റവും അവസാനം ഇൻ ചെയ്ത സാധനമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പറയാം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് ഔട്ട്, LIF എന്നോ അല്ലെങ്കിൽ FI ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്, FILO എന്ന് പറയാം. ഈ ഫാഷനിൽ മാത്രമേ സ്റ്റാക്കിനകത്ത് ആക്സസിങ് പോസിബിൾ ആവുള്ളൂ. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പം സ്റ്റാക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് ഏത് മെമ്മറി ഏരിയയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം, റീഡ് റൈറ്റ് മെമ്മറി ഏരിയയിലും ഡിഫൈൻ ചെയ്യാം. വൺസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീഡ് റൈറ്റ് ഫാഷൻ ഈ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏത് ഏരിയയിലാണ് നമ്മൾ സ്റ്റാക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെ ഡിസൈഡ് ചെയ്യും? അതിനാണ് നമുക്കൊരു രജിസ്റ്റർ ഉള്ളത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, SP എന്ന് പറഞ്ഞ രജിസ്റ്റർ, സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ. ഇറ്റ്സ് എ 16-bit രജിസ്റ്റർ, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. SP എന്ത് SP ആണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, അറ്റ് പ്രസൻറ്റ് സ്റ്റാക്ക് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമ്മൾ സ്റ്റാക്ക് ഡിഫൈൻ ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് SP എന്ന് പറഞ്ഞ രജിസ്റ്ററാണ്. ഇറ്റ്സ് എ 16-bit രജിസ്റ്റർ. And this register contains the address that shows where we are using
സ്റ്റാക്ക് അറ്റ് പ്രസൻറ്റ് നമ്മൾ എവിടെയാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റാക്ക് പോയിൻ്റർ കൊണ്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 4000 ആണെങ്കിൽ സ്റ്റാക്ക് 4000 ആണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് 4000 ഓൺവേർഡ്സ് ആയിരിക്കും. സ്റ്റാക്കിന് വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതും കൂടെ നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പം എസ് പിക്കകത്തേക്ക് ഇങ്ങനെ നമ്മൾ വാല്യൂസ് സ്റ്റോർ എസ് പി എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്തേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് LXI SP എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പോസിബിൾ യൂസ് ചെയ്യാം. LXI H പോലെ LXI B പോലെ LXI D പോലെ LXI SP പോസിബിളാണ്. LXI SP എന്ന് പറഞ്ഞാൽ എസിനും പിക്കകത്ത് നമുക്കൊരു 16-bit വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. SP രജിസ്റ്ററിനകത്ത് ഒരു 16-bit അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം LXI SP 4000 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഇനീഷ്യലൈസ് ചെയ്തു, SP സ്റ്റാക്ക് പോയിൻ്റർ ഇനീഷ്യലൈസ് ചെയ്തു ടു അഡ്രസ് 4000. ഇനി നമ്മൾ ഇതിനകത്തേക്ക് SP നമ്മൾ 4000 ഓൺവേർഡ്സ് നമ്മൾ എന്താക്കി വെച്ചു, സ്റ്റാക്ക് പോയിൻ്ററാണ് ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി ഡിഫൈൻ ചെയ്ത് വെച്ച ഈ സ്റ്റാക്ക് പോയിൻ്റർ ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് മൂവ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് പോസിബിൾ അല്ല. നമുക്ക് എന്താണ് STA എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വെച്ച് പോസിബിൾ അല്ല. സ്റ്റാക്ക് വൺസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാക്ക് ഏരിയയിലേക്ക് നമുക്ക് വാല്യൂസ് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും രണ്ട് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് പുഷ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പോപ്പ്. These are the two instructions to access stack സിസ്റ്റമാറ്റിക്കലി. അപ്പം സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റാക്ക് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാക്ക് ആക്സസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രക്ഷൻസാണ് പുഷ് ആൻഡ് പോപ്പ്. പുഷ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ് ടു സ്റ്റോർ വാല്യൂസ് ഇൻ ടു കണ്ടൻസ് ഇൻ ടു സ്റ്റാക്ക് പോയിൻ്റർ ആൻഡ് പോപ്പ് ഈസ് യൂസ് ടു റിട്രീവ് വാല്യൂസ് ഫ്രം സ്റ്റാക്ക് ഏരിയ, സ്റ്റാക്ക് മെമ്മറി ലൊക്കേഷൻസ്. അപ്പം പുഷ് ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം സ്റ്റോർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതിനകത്തും ഒരു ചെറിയ ഇതുണ്ട്. നമുക്ക് രജിസ്റ്ററിൻ്റെ കണ്ടൻ്റാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഓർ വി കനോട്ട് ഡയറക്റ്റ്ലി സ്റ്റോർ ഇമീഡിയറ്റ് വാല്യൂസ് ഇൻ ടു സ്റ്റാക്കിനകത്തേക്ക് നമുക്ക് എന്ത് പോസിബിൾ അല്ല. നമുക്ക് ഇമീഡിയറ്റ് വാല്യൂയോ അല്ലെങ്കിൽ മെമ്മറിയിലെ കണ്ടൻറ്റോ ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഒരു രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതും സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു 16-bit രജിസ്റ്ററിൻ്റെ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് രജിസ്റ്റർ പെയർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. വി കനോട്ട് സ്റ്റോർ വാല്യൂസ് സിംഗിൾ രജിസ്റ്റർ വാല്യൂസ് ഇൻ ടു സ്റ്റാക്ക് ലൊക്കേഷൻസ്, സ്റ്റാക്ക് മെമ്മറി ലൊക്കേഷൻസ്. ഒരു സിംഗിൾ രജിസ്റ്റർ കൊണ്ടിട്ട് അതിൻ്റെ കണ്ടൻറ്റ് കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു രജിസ്റ്റർ പെയർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് പുഷ് ബി എന്ന് പറഞ്ഞ സാധനം പോസിബിളാണ്. പുഷ് ബി എന്ന് പറഞ്ഞാൽ BC പെയർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ബിയുടെ കണ്ടൻറ്റും സിയുടെ കണ്ടൻറ്റും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അതെങ്ങനെ സ്റ്റോർ ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ പുഷ് എന്തേ കൊടുക്കുള്ളൂ, പുഷ് ബി എന്ന് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? പുഷ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ സ്റ്റോർ ചെയ്യുന്നത്, ബിയും സിയുമാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ BC ഒരിക്കലും കൊടുക്കേണ്ടാവില്ല. അതുപോലെ തന്നെ പോപ്പ് ബി പറയാൻ നമുക്ക് BC പെയറിലെ കണ്ടൻറ്റ് എന്ത് ചെയ്യും, റിട്രീവ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, സ്റ്റാക്കിലെ വാല്യൂസ് അറ്റ് പ്രസൻറ്റ് സ്റ്റാക്കിലെ 16-bit വാല്യൂ എടുത്തിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, ബിക്കകത്തും സിക്കകത്തും സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? പിന്നെ പുഷ് ഡി പോസിബിളാണ്. അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. പുഷ് ഡി പോസിബിളാണ്, പുഷ് H പോസിബിളാണ്. ഇതൊക്കെ പോസിബിളാണ്. എന്തൊക്കെ നമുക്ക് പോസിബിളാണെന്നൊക്കെ. എനിവേ പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് ആർ യൂസ് ടു സ്റ്റോർ വാല്യൂസ് ഇൻ ടു സ്റ്റാക്ക് ഏരിയ ആൻഡ് ഓൾസോ റിട്രീവ് വാല്യൂസ് ഫ്രം സ്റ്റാക്ക് ഏരിയ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഇത് നോക്കാം. Stack is shared by a programmer and the microprocessor. The programmer can store and retrieve contents of a register pair using push and pop instructions. When subroutine is called, നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. Instructions necessary for using stack. എങ്ങനെയാണ് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, SP ഇനീഷ്യലൈസ് ചെയ്യണം. LXI SP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. LXI SP
ഒരു 16-bit വാല്യൂ. 16-bit വാല്യൂ എന്താ ചെയ്യുന്നത്, സ്റ്റാക്ക് പോയിൻ്റർ എന്താണോ ആ സ്റ്റാക്ക് പോയിൻ്റർ ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി പുഷ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പുഷ് അതിൻ്റെ സിൻടാക്സ് എന്താ, പുഷ് രജിസ്റ്റർ പെയർ, അതാണ് RP ഇരിക്കുന്നത് കേട്ടോ. രജിസ്റ്റർ പെയർ, സ്റ്റോർ രജിസ്റ്റർ പെയർ ഓൺ സ്റ്റാക്ക്. ദിസ് ഇസ് എ 1 byte ഇൻസ്ട്രക്ഷൻ. ഇത് പുഷ് ഇൻസ്ട്രക്ഷൻ 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. ഇറ്റ്സ് എ 1 byte ഇൻസ്ട്രക്ഷൻ. ഇറ്റ് കോപ്പീസ് ദി കണ്ടൻറ് ഓഫ് സ്പെസിഫൈഡ് രജിസ്റ്റർ പെയർ ഓൺ ദി സ്റ്റാക്ക് ആസ് ഡിസ്ക്രൈബ് ബിലോ. എങ്ങനെയാണ് നമുക്ക് സ്റ്റാക്ക് പോയിൻ്ററിനകത്തേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. പുഷ് ബി, പുഷ് ഡി, പുഷ് എച്ച് ആൻഡ് പുഷ് PSW പോസിബിളാണ്. പുഷ് ബി നമുക്കറിയാം BC പെയർ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പുഷ് ഡി ഇതേപോലെ തന്നെ DE പെയർ ആയിരിക്കും. ആൻഡ് പുഷ് എച്ച് എന്ന് പറഞ്ഞാൽ HL പെയർ ആയിരിക്കും. പുഷ് PSW പറയുകയാണെങ്കിൽ അക്യുമുലേറ്ററിൻ്റെ വാല്യൂയും സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ വാല്യൂ, അതായത് ഫ്ലാഗിൻ്റെ വാല്യൂ. PSW എന്ന് പറഞ്ഞാണല്ലോ രജിസ്റ്റർ പെയറും. രജിസ്റ്റർ പെയർ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ, രജിസ്റ്റർ പെയറിൻ്റെ വാല്യൂ, രജിസ്റ്റർ പെയർ അല്ല, അക്യുമുലേറ്ററിൻ്റെ വാല്യൂ, പിന്നെ എന്താണ് സ്റ്റാറ്റസിൻ്റെ ഫ്ലാഗിൻ്റെ വാല്യൂയും തമ്മിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം BC പെയർ ആദ്യം പുഷ് ബി എന്ന് പറഞ്ഞാൽ BC പെയർ, പുഷ് ഡി പറയുകയാണെങ്കിൽ DE പെയർ, പുഷ് എച്ച് എന്ന് പറഞ്ഞാൽ HL പെയർ, ആൻഡ് പുഷ് PSW പറയുകയാണെങ്കിൽ PSW എന്ന് പറയുകയാണെങ്കിൽ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ പ്ലസ് ഫ്ലാഗിൻ്റെ വാല്യൂ. All flags and accumulators are stored into stack area. So next we can check how push and pop instructions are work, or how push B instruction is executed, or push D instruction is executed, or push PSW instruction is executed. What are the steps to perform 8085 while executing a push instructions? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, LXI SP 4000 എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ്. നോർമലി നമ്മൾ SP എപ്പോഴും ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഹയർ എൻഡ് ഓഫ് ദി മെമ്മറിയാണ്. അതായത് നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള മെമ്മറിയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു സംശയം വരും, ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ മെമ്മറി ലൊക്കേഷൻ ഇതാണ് ആക്ച്വലി മെമ്മറി എന്ന് വിചാരിക്കുക. ഇതിനകത്ത് നമ്മൾ 00 സ്റ്റാർട്ട് ചെയ്യുക. 16-bit ആകുമ്പോൾ 0000 എൻഡ് ചെയ്യുന്നത് ആക്ച്വലി FFF വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുക അല്ലേ. അപ്പം FFF തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ടോപ്പർ എൻഡ് ഓഫ് ദി മെമ്മറി എന്ന് പറയാം, ടോപ്പ് എൻഡ് ഓഫ് ദി മെമ്മറി പറയാം. അപ്പം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ മെമ്മറി അതായത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പോസിബിളായിട്ടുള്ള ലൊക്കേഷൻസാണ്. ഇതിനകത്ത് എല്ലാ ലൊക്കേഷനകത്തും നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്നില്ല, മെമ്മറി യൂസ് ചെയ്യണമെന്നില്ല. നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലപ്പം അല്ലെങ്കിൽ നമ്മളെ ഫീച്ചേഴ്സിനനുസരിച്ച് നമ്മൾ ചില ഏരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ 00 to 1FF വരെ നമ്മൾ ഇപ്രോം യൂസ് ചെയ്തിട്ടുണ്ടാകും. നമ്മളെ കിറ്റിനകത്ത്, നമ്മുടെ കോളേജിലെ കിറ്റിനകത്തുള്ള ഇതാണ് ഞാൻ പറയുന്നത്, ഇത് ഇപ്രോം ആയിരിക്കും. അപ്പോൾ ഇത് റീഡ് റൈറ്റ് മെമ്മറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇത് റോമാണ്, ആക്ച്വലി റീഡ് ഓൺലി മെമ്മറിയാണ്. ഇത് ബൂട്ട് ചെയ്യുന്ന സമയത്ത്, അത് ഓൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ അതിനുള്ള സാധനങ്ങളായിരിക്കും, അതിനുള്ള പ്രോഗ്രാം ആയിരിക്കും ഈ ഇതിനകത്തുണ്ടാവുക. റോമാണ്. ഇതിനകത്ത് 1FF അതായത് 2000 മുതൽ ആണ് ആക്ച്വലി നമ്മൾ റാം ഏരിയ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. 2000 മുതൽ 3FF വരെയാണ് നമ്മുടെ കോളേജിനകത്തുള്ള കിറ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. 3FF. സോറി നമ്മൾ 3FF വരെയാണ്. 3FF 3FF വരെ ഉള്ളത് നമ്മൾ റീഡ് റൈറ്റ് മെമ്മറിയാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്തിരിക്കുന്നത്.
റീഡ് റൈറ്റ് മെമ്മറി. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് എപ്പോഴും ഈ രീതിയിലാണ് നമ്മൾ മെമ്മറി എങ്കിൽ ഇതൊന്നും നമ്മൾ നോട്ട് യൂസ്ഡ് ആണ് ആക്ച്വലി. നമ്മൾ കിറ്റിനകത്ത് യൂസ് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഈ സ്പേസിൽ നമുക്ക് പ്രോഗ്രാം ഒരു മെമ്മറി ആഡ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ മെമ്മറി സ്പേസും കൂടെ യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. കോളേജിലതിനകത്ത് കിറ്റിനകത്ത് VI മൈക്രോ സിസ്റ്റത്തിൻ്റെ കിറ്റിനകത്ത് അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറി സ്ട്രക്ചർ എങ്കിൽ നമ്മൾ LXI SP ഇനീഷ്യലൈസ് ചെയ്യുന്നത് 4000. ഇതാണ് ടോപ്പർ എൻഡ് അല്ലേ. 3FFF എന്ന് പറഞ്ഞ സാധനമാണ് ടോപ്പർ മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ അപ്പോൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ 3FFൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4000 ആകട്ടെ. അതായത് 3FFൻ്റെ തൊട്ട് മേലെയുള്ള മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ആണ്. 3FF + 1 = 4000. നമ്മൾ LXI SP അപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുക 4000 എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ LXI SP SP 4000. അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. 4000 എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ പുഷ് ബി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പുഷ് ബി എക്സിക്യൂട്ട് ആണെങ്കിൽ നമ്മുടെ SP എത്രയാണ്? 4000 ആണ്. സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? ദിസ് ഈസ് എ 1 byte ഇൻസ്ട്രക്ഷൻ. ഇറ്റ് കോപ്പീസ് സ്റ്റാക്ക് എന്ന ആദ്യം തന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ SP -1 ചെയ്യും. ദി സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ ഈസ് ഡിക്രിമെൻറ്റഡ് ആൻഡ് ദി കണ്ടന്റ് ഓഫ് ഹയർ ഓർഡർ രജിസ്റ്റർ. അപ്പോൾ SP ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? SP = നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ആദ്യം ചെയ്യുക SP = SP -1 ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ എന്തായി മാറും? SP എന്തായിട്ട് മാറും? അതും കൂടെ നമുക്ക് ഇവിടെ എഴുതാം. SP = 3FF ആയിട്ട് മാറും. 3FF ആയിരുന്നു. അതുവരെ 4000 ഉണ്ടായിരുന്നത് 3FF ആയിട്ട് മാറും. ദെൻ SP -1 എന്ന് പറഞ്ഞാൽ SP 3FF ആയിട്ട് മാറും. പിന്നെ സ്റ്റാക്ക് പോയിൻ്ററിനകത്തേക്ക് വാല്യൂസ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അതായത് 3000-നകത്തേക്ക് 3FFനകത്തേക്ക് എന്ത് ചെയ്യും? 3FFനകത്തേക്ക് B രജിസ്റ്ററിലെ കണ്ടന്റ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. The stack pointer is decremented and the content of the higher order register are copied to the locations. Higher order register എന്ന് പറയുന്നത് B register എന്ത് ചെയ്യും? കോപ്പി ചെയ്യും. then SP എന്ത് ചെയ്യും? SP -1 again SP -1 ചെയ്യും. SP = SP -1 ചെയ്യും. then അത് അപ്പോൾ എന്തായി മാറും? 3FFE ആയിട്ട് മാറും. 3FFEയിലേക്ക് എന്ത് ചെയ്യും? എന്ത് കോപ്പി ചെയ്യും? C രജിസ്റ്റർ കോപ്പി ചെയ്യും. അപ്പം SP ഇപ്പോൾ എന്താ ഉണ്ടാവുക? 3FFE ഉണ്ടാവുക. അപ്പോൾ ഏത് പുഷ് ഇൻസ്ട്രക്ഷൻ കാണുമ്പോഴും ഫസ്റ്റിൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ SP = SP -1. അപ്പോൾ 4000 എന്തായിട്ട് മാറും? നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പർ മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂ +1 ആക്കിയിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക? SP ഇനീഷ്യലൈസ് ചെയ്യുക. SP ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ 0 ആക്കാത്തതിൻ്റെ റീസൺ മനസ്സിലായില്ല. കാരണം SP +1 പറഞ്ഞിട്ടല്ല ചെയ്യുക. SP എപ്പോഴും SP -1 പറഞ്ഞിട്ടാണ് പുഷ് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് പെർഫോം ചെയ്യുക. അപ്പോൾ ആദ്യം പുഷ് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുഷ് ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? അതുപോലെയല്ലേ നമ്മൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് പുഷ് ഇൻസ്ട്രക്ഷൻ ആകുമ്പോൾ പുഷ് B ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ SP -1 ചെയ്യും. ദെൻ ഹയർ ഓർഡർ രജിസ്റ്റർ ഈസ് കോപ്പി ടു സ്റ്റാക്ക് പോയിൻ്റർ ഏരിയ. then SP is again decremented by 1 and then the lower order register, that means lower order register പേരിനകത്തുള്ള ലോവർ ഓർഡർ രജിസ്റ്റർ എന്താണോ അത് നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ദിസ് ഇസ് ദി ഓപ്പറേഷൻസ്. അപ്പം പുഷ് D ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് SP -1 ചെയ്യും. ദെൻ D രജിസ്റ്റർ ഈസ് കോപ്പി ടു ദി മെമ്മറി ഏരിയ. Then SP is again decremented by 1
then lower order register is copied to memory area. ഇനി എസ് പി പി എസ് ഡബ്ല്യു ആണെന്നുണ്ടെങ്കിലോ എസ് പി മൈനസ് 1 ചെയ്യും. ദെൻ ഹയർ ഓർഡർ രജിസ്റ്റർ ആയിട്ടുള്ള ഏത് അക്യുമുലേറ്റർ ആദ്യം കോപ്പി ചെയ്യും. ദെൻ ലോവർ എസ് പി മൈനസ് 1 ചെയ്യും. ലോവർ ഓർഡർ ആയിട്ടുള്ള ഫ്ലാഗ് എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. ദിസ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് പുഷ് ഇൻസ്ട്രക്ഷൻസ്. പോപ്പ് ആകുമ്പോഴോ ജസ്റ്റ് ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും ചെയ്യുക. ആദ്യം എന്താ ചെയ്യുക, റിവേഴ്സ് എന്ന് ചെയ്യുമ്പോൾ ഇവിടുന്ന് റിവേഴ്സാണ്, ഇവിടുന്ന് ഈ ഓർഡറിലായിരിക്കും ചെയ്യുക, ഇവിടുന്ന് ഈ ഓർഡറിലായിരിക്കും ചെയ്യുക. അതിന് തന്നെ പോപ്പ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള മെമ്മറി ലൊക്കേഷൻ എന്നാണോ എസ് പിയുടെ ലൊക്കേഷൻ എന്താണോ അവിടുന്ന് ലോവർ ഓർഡർ രജിസ്റ്ററിനകത്തേക്ക് വാല്യൂസ് കോപ്പി ചെയ്യും. ദെൻ എസ് പി പ്ലസ് 1 ചെയ്യും. ദെൻ ആ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ഹയർ ഓർഡർ രജിസ്റ്റർ ആയിട്ടുള്ള ബിയിലേക്ക് കോപ്പി ചെയ്യും. ദെൻ എസ് പി എന്ത് ചെയ്യും, എസ് പി പ്ലസ് 1 ചെയ്യും. അപ്പം പുഷ് ഇൻസ്ട്രക്ഷൻ്റെ ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻസ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് അതാണ് ആക്ച്വലി പെർഫോം ചെയ്യുക. ആദ്യം പ്രസൻറ്റ് എസ് പി പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ലോവർ ഓർഡർ രജിസ്റ്ററിനകത്തേക്ക്, ഇപ്പം പോപ്പ് ബി ആണെന്നുണ്ടെങ്കിൽ ബി സി അല്ലേ, അപ്പോൾ സി ആയിരിക്കും ലോവർ ഓർഡർ രജിസ്റ്ററിനകത്തേക്ക് കോപ്പി ചെയ്യും. ദെൻ എസ് പി പ്ലസ് 1 ചെയ്യും. ദെൻ ആ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ഹയർ ഓർഡർ രജിസ്റ്ററിനകത്തേക്ക് കോപ്പി ചെയ്യും. ദെൻ അഗെയിൻ എസ് പി പ്ലസ് 1 ചെയ്യും. ഓക്കെ, അപ്പോൾ 4000 ആയിട്ട് മാറും. ഈ സെയിം ഇതിൻ്റെ പുഷ് ഇൻസ്ട്രക്ഷൻ്റെ ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻസ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് ഇതാണ് ഇതിനകത്ത് ചെയ്യുക. റിട്രീവ് ദ രജിസ്റ്റർ പെയർ ഫ്രം ലൊക്കേഷൻസ് ഫ്രം സ്റ്റാക്ക്. ഇതിങ്ങനെ ഇറ്റ്സ് ആൾസോ എ 1 byte ഇൻസ്ട്രക്ഷൻ. ഇതും എന്താണ് 1 byte ഇൻസ്ട്രക്ഷനാണ്. പോപ്പ് ബി, പോപ്പ് ഡി, പോപ്പ് എച്ച്, പി എസ് ഡബ്ല്യു. ഇറ്റ് കോപ്പീസ് ദി കണ്ടന്റ് ഓഫ് ടോപ്പ് 2 memory locations of the stack into specified register. First, the content of memory location is indicated by the stack pointer register is copied to lower order register, and then stack pointer is incremented by 1. The content of next memory locations are copied to higher order register, then stack is incremented by 1. Then actually ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. LXI അതായത് സ്റ്റാക്ക് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് രജിസ്റ്റർ വൈസ് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഫസ്റ്റ് വൺ LXI SP2400. ദാറ്റ് മീൻസ് സ്റ്റാക്ക് പോയിൻ്റ് രജിസ്റ്റർ ഈസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് 2400. അപ്പം SP രജിസ്റ്റർ എന്തായിട്ട് മാറും, 2400 ആയിട്ട് മാറും. ദെൻ LXI H2150. ദാറ്റ് മീൻസ് HL register is loaded with immediate value 2150. 2150 എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് വാല്യൂ, അതായത് 2150 എന്ന് പറഞ്ഞ വാല്യൂ ആക്ച്വലി HL രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. എച്ചിനകത്ത് 21 എല്ലിനകത്ത് 50. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എച്ചിനകത്ത് 21 എല്ലിനകത്ത് 50. നെക്സ്റ്റ് LXI B2280. അപ്പം ബിക്കകത്ത് 22 ബി രജിസ്റ്ററിനകത്ത് 22 സിക്കകത്ത് 80 സ്റ്റോർ ചെയ്യും. ദെൻ മൂവ് എ കമ എം എന്ന് പറഞ്ഞാൽ HL പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ ഏതാണോ അത് 2150 ആണ്. അപ്പോൾ 2150 എന്ന് പറഞ്ഞതിനകത്ത് സപ്പോസ് 77 ആണെങ്കിൽ ആ 77 എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, ഈ അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ദാറ്റ് മീൻസ് അക്യുമുലേറ്റർ ദ വാല്യൂ ഓഫ് അക്യുമുലേറ്റേഴ്സ് ബിക്കം 77. ദെൻ അടുത്തതാണ് നമ്മൾ പുഷ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 3 പുഷ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പുഷ് എച്ച്, പുഷ് ബി ആൻഡ് പുഷ് PSW. അപ്പോൾ പുഷ് എച്ച് എന്ന് പറഞ്ഞാൽ HL പെയറിൻ്റെ കണ്ടൻറ്റ് സ്റ്റാക്ക് ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ പുഷ് ബി പറയുകയാണെങ്കിലോ BC പെയറിൻ്റെ കണ്ടൻറ്റ് സ്റ്റാക്ക് പോയിൻ്ററിനകത്ത് സ്റ്റാക്ക് ഏരിയക്കകത്ത് സ്റ്റോർ ചെയ്യും. ദെൻ പുഷ് PSW എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററും ഫ്ലാഗും എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, ഇവിടത്തേക്ക് സ്റ്റോർ ചെയ്യും, സ്റ്റാക്ക് ഏരിയക്കകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എച്ചും ഇവിടെ പുഷ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ആദ്യം എച്ച് സ്റ്റോർ ചെയ്യും, ദെൻ എൽ സ്റ്റോർ ചെയ്യും. ആദ്യം SP എന്ത് ചെയ്യും, SP -1 ചെയ്യും, എച്ച് സ്റ്റോർ ചെയ്യും. ദെൻ SP -1 ചെയ്യും, എൽ സ്റ്റോർ ചെയ്യും. ദെൻ പുഷ് ബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SP -1 അഗെയിൻ ചെയ്യും, ബി സ്റ്റോർ ചെയ്യും, അങ്ങനെ ചെയ്യാം. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം LXI SP2400 എന്ന് പറഞ്ഞാൽ SP എന്തായിട്ട് മാറും,
2400 ആയിട്ട് മാറും. അപ്പം 2400-നകത്ത് മെമ്മറി ലൊക്കേഷൻ ഇല്ല. പക്ഷേ പുഷ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പുഷ് എച്ച് എന്ന് പറഞ്ഞ സാധനം പെർഫോം ചെയ്യുമ്പോൾ എന്തായി മാറും? എസ് പി എന്തായിട്ട് മാറും? SP -1 ആവും. SP 2400 ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും 23FF ആയിരിക്കും. ആ 23FF-നകത്തേക്ക് എന്ത് ചെയ്യും? എച്ച് സ്റ്റോർ ചെയ്യും. 23FF-നകത്തേക്ക് എച്ച് സ്റ്റോർ ചെയ്യും. എച്ചിൻ്റെ വാല്യൂ എന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടതല്ലേ? 21 ആയിരുന്നു അല്ലേ? എച്ചിൻ്റെ റേസിൻ്റെ വാല്യൂ 21 ആണ്. അപ്പോൾ 21 അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും. 23FF-നകത്തേക്ക് സ്റ്റോർ ചെയ്യും. 23FF-നകത്ത് 21 ആയി മാറി. ദെൻ പുഷ് എച്ചിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ? ഇല്ല. അഗൈൻ SP എന്ത് ചെയ്യും? SP -1 ആകും. SP എന്തായി മാറും? 23FE ആയിട്ട് മാറും. 23FE-നകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്യും? L-ൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. അത് L-ൻ്റെ വാല്യൂ 2150 എന്നായിരുന്നു. L-ൻ്റെ വാല്യൂ കൂടെ കണ്ടിട്ടില്ല, 50 എന്നാണ്. ആ 50 എന്ന് പറഞ്ഞ വാല്യൂ 23FE-കകത്ത് സ്റ്റോർ ചെയ്യും. സോ പുഷ് എച്ച് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തു? പെർഫോം ചെയ്തു. അടുത്ത് എന്താ? പുഷ് ബി ചെയ്യുമ്പോൾ എന്നത് SP -1 അഗെയിൻ ചെയ്യും. എന്തായാലും 23FD ആയിട്ട് മാറും. ആ 23FD-കകത്തേക്ക് എന്തായിരിക്കും? ബി രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യും. ബി രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്തായിരുന്നു? ബി രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് 22 എന്നായിരുന്നു. ആ 22 എവിടെ സ്റ്റോർ ചെയ്യും? 23FD-കകത്ത് സ്റ്റോർ ചെയ്യും. അതാണ് ഈ 22 എന്ന് പറഞ്ഞ വാല്യൂ. ദെൻ SP എന്ത് ചെയ്യും? SP -1 ചെയ്യും. അതിനകത്തേക്ക് എന്ത് ചെയ്യും? സി രജിസ്റ്ററിലെ വാല്യൂ സ്റ്റോർ ചെയ്യും. സി രജിസ്റ്ററിലെ വാല്യൂ 80 ആയിരുന്നു. സോ പുഷ് ബി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തു? പെർഫോം ചെയ്തു. ഇനി പുഷ് PSW എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? SP -1 ആദ്യം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് അക്യുമുലേറ്റർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ദെൻ SP -1 ചെയ്യും. 23FA ആയി മാറും. അതിനകത്തേക്ക് എന്ത് ചെയ്യും? അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഫ്ലാഗിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഇപ്പം എന്തായിരിക്കും? ഫ്ലാഗ് 23FA-ലും എ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് 23FB-ലും സി രജിസ്റ്ററിൻ്റെ വാല്യൂ ഈ ഓർഡറിലായിരിക്കും. ഇത് 23FC-ലും 23FD-ൽ ബി രജിസ്റ്ററിൻ്റെ വാല്യൂ, 23FE-ൽ L രജിസ്റ്ററിൻ്റെ വാല്യൂ, 23FF-നകത്ത് എച്ച് രജിസ്റ്ററിനകത്തായിരിക്കും. ഇപ്പം SP പോയിൻ്റ് ചെയ്യുന്നത് ഏതാണ്? 23FA ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? 20 ഇതിനകത്ത് പോപ്പ് PSW എന്നാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ PSW പോപ്പ് ചെയ്യും. പിന്നെ പോപ്പ് H എന്നാണ് ചെയ്തിരിക്കുന്നത്. അത് സംഭവിക്കുന്നത് നമുക്ക് പോപ്പ് H എന്ന് പറയുന്ന സമയത്ത് പോപ്പ് ഇൻസ്ട്രക്ഷൻ എന്താ പെർഫോം ചെയ്യുക? ആദ്യം ഇപ്പോൾ ഉള്ള വാല്യൂ എന്താണോ അതെന്ത് ചെയ്യും? ലോവർ ഓർഡർ രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അതായത് പോപ്പ് ബി ആദ്യം നമ്മളെന്താ പോപ്പ് PSW എന്നാണ് പറഞ്ഞത്. പോപ്പ് PSW അല്ലേ? PSW എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആദ്യം ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? പോപ്പ് ചെയ്യും. ഇപ്പം SP മെമ്മറി ലൊക്കേഷൻ്റെ SP പോയിൻ്റ് ചെയ്യുന്നത് 23FA എന്നാണ്. ഇതിനകത്ത് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? ഫ്ലാഗിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഫ്ലാഗ് രജിസ്റ്ററിനകത്തേക്ക് F സ്റ്റോർ ചെയ്യും. ദെൻ SP എന്ത് ചെയ്യും? SP +1 ചെയ്യും. അതായത് 23FB ആയി മാറും. അതിനകത്തുള്ള വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അഗെയിൻ SP +1 ചെയ്യും. ഇപ്പോൾ SP പോയിൻ്റിൽ നിന്ന് എവിടെയായി മാറും? ഇവിടെയായിട്ട് മാറും. ഓക്കെ, അപ്പം പോപ്പ് PSW എന്നാണ് സാധനം പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ? പോപ്പ് H എന്നാണ്. പോപ്പ് H എന്താ സംഭവിക്കുക? ഇപ്പം പോയിൻ്റ് ചെയ്യുന്നത് എവിടെയാണ്? 23FC-ലാണ്. F3-ൽ അതിൽ എന്ത് ചെയ്യും? ആദ്യം എങ്ങോട്ടേക്ക് പോകും? L-നകത്തേക്ക് പോകും. അഗൈൻ SP -1 ചെയ്യും. +1 ചെയ്യും. അതിനകത്തുള്ള വാല്യൂ എന്തായിട്ട് മാറും? H-നകത്തേക്ക് മാറും. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ ഇത് ഏതിൻ്റെ കണ്ടൻ്റായിരുന്നു? BC പെയറിൻ്റെ കണ്ടൻ്റായിരുന്നു. അതിപ്പോൾ എങ്ങോട്ടേക്ക് മാറി? HL പെയറിൻ്റെ കണ്ടൻ്റായിട്ട് മാറി. അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ഇൻസ്ട്രക്ഷൻ ഏത് ഓർഡറിലാണോ ചെയ്തത് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യണം? പോപ്പ് ഇൻസ്ട്രക്ഷൻ ചെയ്യണം. കണ്ടില്ല, ഏറ്റവും അവസാനം പുഷ് PSW എന്നാണ്. ഇവിടെ നമ്മൾ പോപ്പ് PSW ആണ് ആദ്യം ചെയ്തിരിക്കുന്നത്. പിന്നെ
സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പുഷ് ബി ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ചെയ്യേണ്ടത് എന്തായിരുന്നു? പുഷ് ബി ആണ് ചെയ്യേണ്ടത്, നോട്ട് പുഷ് എച്ച്. അത് കഴിഞ്ഞിട്ട് എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ? പോപ്പ് എച്ച് ചെയ്യാൻ പാടുള്ളൂ. പോപ്പ് എച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്തായിരിക്കും? ബി സി പേരിൻ്റെ കണ്ടൻറ്റ് എങ്ങോട്ടേക്കായിട്ട് മാറും? എച്ച് എൻ്റെ കണ്ടൻറ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുഷ് ആൻഡ് പോപ്പ്. അതുകൊണ്ട് സ്റ്റാക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏത് ഓർഡറിലാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നത് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യണം. മനസ്സിലായില്ലേ? അതാണ് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പം പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തു. സ്റ്റാക്ക് നമ്മൾ നോക്കി, സ്റ്റാക്ക് പോയിൻ്റർ എന്താന്ന് നോക്കി, പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമുക്ക് ഉള്ളത് സബ് റൂട്ടീൻ ആണ്. സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സബ് പ്രോഗ്രാം ഫങ്ഷൻസ് എന്നൊക്കെ നമ്മൾ സിയിലൊക്കെ പറയുന്നതിന് ഈക്വൽ ആയിട്ടുള്ള പ്രോഗ്രാമാണ്, പ്രോഗ്രാമിംഗ് ടെക്നിക്സാണ് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. A subroutine is a group of instructions written separately from main program to perform a function that occurs repeatedly in the main program. For example, ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് 5 തവണ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷന് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഇല്ല. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്തായി ചെയ്യാൻ പറ്റുള്ളൂ? റിപ്പീറ്റഡ് അഡീഷനായി ചെയ്യാൻ പറ്റുള്ളൂ. ആ റിപ്പീറ്റഡ് അഡീഷന് ഒരു മിനിമം ഒരു 5 ഇൻസ്ട്രക്ഷനെങ്കിലും ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈ പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യും? കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് പകരം ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ്ലി നമ്മൾ റൈറ്റ് ചെയ്യും. മെയിൻ പ്രോഗ്രാമിനകത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ്ലി റൈറ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിനാണ് നമ്മൾ എന്താ പറയുക? സബ് റൂട്ടീൻ എന്ന് പറയാം. എന്നിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ പ്രോഗ്രാമിനകത്ത് നിന്ന് കോൾ ചെയ്യും. അതിനെ കോൾ ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? മെയിൻ പ്രോഗ്രാമിനകത്ത് റിപ്പീറ്റഡ്ലി ഈ 5 ടൈംസ് ഇത് എഴുതുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം നമ്മൾ സബ് റൂട്ടീനായിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്യാം, എന്നിട്ട് തിരിച്ചു പോകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ടെക്നിക്സിനാണ് നമ്മൾ എന്താ പറയുക? സബ് റൂട്ടീൻ. So subroutine is a group of instructions written separately from main program. മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. എന്തിനാണ് ആക്ച്വലി സബ് റൂട്ടീൻ ചെയ്യുന്നത്? ടു പെർഫോം എ ഫങ്ഷൻ that occurs repeatedly in the main program. To perform a particular task or perform a particular function that repeatedly occur in the main program. അതായത് മെയിൻ പ്രോഗ്രാമിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഒരു പെർട്ടിക്കുലർ ടാസ്ക്. ആ ടാസ്ക് നമ്മൾ എന്ത് ചെയ്യും? ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സബ് റൂട്ടീൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ടൈം ഡിലേ ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ 3 successive events, 3 delays can be written in the main program. To avoid repetition, the same delay instruction, the subroutine techniques is used. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് 3 ഡിലേ യൂസ് ചെയ്യണമെന്ന് വെക്കുക. ഡിലേ യൂസ് ചെയ്യാൻ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യാം. ആ ഡിലേ ഒരു മെയിൻ പ്രോഗ്രാമിനകത്ത് റിപ്പീറ്റഡ്ലി 3 ടൈംസ് വരുന്നതിന് പകരം അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നു. ആ റൈറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ സെപ്പറേറ്റ്ലി റൈറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ എന്താ പറയുക? സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. ആ സബ് റൂട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ പ്രോഗ്രാമിനകത്ത് നിന്ന് ഇൻവോക്ക് ചെയ്യും, അല്ലെങ്കിൽ കോൾ ചെയ്യും. ഓക്കെ. 8085 microprocessor has 2 instructions to implement subroutine. Subroutine implement ചെയ്യാൻ 8085-ന് 2 ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. ആൻഡ് കോൾ ഈസ് എ 3 byte ഇൻസ്ട്രക്ഷൻ ആൻഡ് റിട്ടേൺ ഈസ് എ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. കോൾ ഒരു 3 byte ഇൻസ്ട്രക്ഷനാണ്. കാരണം കോളിൻ്റെ കൂടെ നമ്മൾ എന്തുണ്ടായിരിക്കും? ആ സബ് റൂട്ടീൻ്റെ അഡ്രസ്സും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഏത് സബ് പ്രോഗ്രാമിനെയാണോ നമ്മൾ കോൾ ചെയ്യേണ്ടത് അതിന് അഡ്രസ്സ് കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യും കോൾ കഴിഞ്ഞിട്ട്. പക്ഷേ റിട്ടേൺ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? അതിനകത്തൊരു സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. റിട്ടേണിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അഡ്രസ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല. കാരണം ഏറ്റവും ലാസ്റ്റിൽ കോൾ ചെയ്തത് എവിടെയാണോ അവിടത്തേക്ക് എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനകത്തേക്ക് എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യും. ദി കോൾ ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ദി മെയിൻ പ്രോഗ്രാം ടു കോൾ എ സബ് റൂട്ടീൻ. മെയിൻ പ്രോഗ്രാമിനകത്ത് ഈ സബ് റൂട്ടീനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് എന്ത്? കോൾ. ആൻഡ് ദി റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ്
at the end of subroutine and to return the main program. അപ്പം ഈ സബ് റൂട്ടീൻ്റെ ഏറ്റവും അവസാനത്തെ ഇൻസ്ട്രക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് എന്ത്, RET or return instructions. When 8085 find the return instruction, it will go back to the main program. ആ മെയിൻ പ്രോഗ്രാമിനകത്തേക്ക് റിട്ടേൺ ചെയ്യാനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, when a subroutine is called, the content of program counter which is addressed in the instruction to the call instruction is stored and stack. അതായത് നമ്മളൊരു കോൾ ഇൻസ്ട്രക്ഷൻ മെയിൻ പ്രോഗ്രാമിനകത്ത് ഒരു സബ്റൂട്ടീനെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും, കോൾ കഴിഞ്ഞിട്ടുള്ള അഡ്രസ്സ് ഏതാണോ അതായിട്ട് എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും. പിന്നെ ആ അഡ്രസ്സ് മുതലുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റാക്കിനകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്യും, ഇതിന് അതായത് കോൾ ചെയ്യുന്നതിൻ്റെ ആ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്താണോ അതെന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ when return instruction is executed at the end of subroutine, the memory address is stored in the stack is retrieved. അപ്പം എന്തിനാണ് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ പഴയ ഇൻസ്ട്രക്ഷനകത്തേക്ക് എന്ത് ചെയ്യാൻ, തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു സബ് റൂട്ടീൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്സിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ് റൂട്ടീൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 16 കോൾ കഴിഞ്ഞ് അതിൻ്റെ സിൻടാക്സ് എന്താ, കോൾ കഴിഞ്ഞാൽ ഒരു 16-bit അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. കോൾ സബ് റൂട്ടീൻ അൺകണ്ടീഷണലി. അപ്പോൾ കണ്ടീഷനൊന്നും ഇല്ലാതെ സബ് റൂട്ടീനെ കോൾ ചെയ്യാനാണ്. നമുക്ക് കണ്ടീഷണലി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. ഇപ്പം കോൾ ഓൺ പോസിറ്റീവ്, കോൾ ഓൺ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ മാത്രം കോൾ ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പോസിബിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അൺകണ്ടീഷണൽ കോളാണ്. ഒരു അൺകണ്ടീഷണൽ ജമ്പ് പോലെ തന്നെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് റൂട്ടീനെ കോൾ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് 3-byte ഇൻസ്ട്രക്ഷൻ ദാറ്റ് ട്രാൻസ്ഫർ ദി പ്രോഗ്രാം സീക്വൻസ് ടു എ സബ് റൂട്ടീൻ. സബ് റൂട്ടീനകത്ത് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ഏതാണോ, ഇപ്പം ഫോർ എക്സാമ്പിൾ കോൾ $3000 പറയുകയാണെങ്കിലോ, കോൾ 3000 നേരാണെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ എന്തായിട്ട് മാറും, 3000 ആയിട്ട് മാറും. പിന്നെ അവിടെയുള്ള 3000 മുതലുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്യുന്നതിന് മുമ്പേ ഇത് 2500 കോൾ ഇൻസ്ട്രക്ഷൻ ഉള്ളത്. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ്, 2503 ആയിരിക്കും അല്ലേ. ഇതിലല്ലേ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ആ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് എന്ത്, 2300. അപ്പോൾ കോൾ കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്കും ജമ്പ് ചെയ്യും, നേരെ 3000 പോകും. ഇത് റിട്ടേൺ കാണുമ്പോൾ എന്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ടേക്ക് വരണം. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ 2503 എന്ന് പറഞ്ഞ അഡ്രസ്സ്, അതായത് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി സ്റ്റോർഡ് ഇൻ എ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട് ഈസ് സ്റ്റോർഡ് ഇൻ എ സ്റ്റാക്ക് ഏരിയ. അപ്പോൾ SP എന്ത് ചെയ്യും, SP-1 ചെയ്യും. എന്നിട്ട് 25 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. SP-1 അഗെയിൻ ചെയ്യും. 03 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പം സേവ്സ് ദി കണ്ടന്റ് ഓഫ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, സേവ് ചെയ്യും. അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഏതാണ് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ആക്ച്വലി ചെയ്യുക ഓൺ ദി സ്റ്റാക്ക്. അതെങ്ങനെ ചെയ്യുന്നത്, ഡിക്രിമെൻറ്റ് ദി സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ ബൈ 2. അപ്പം ഓൾറെഡി സ്റ്റാക്ക് പോയിൻ്റർ എന്തായിരിക്കും, ഫസ്റ്റ് സ്റ്റാക്ക് സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ടാണ് അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, 25 സ്റ്റോർ ചെയ്യുന്നത്. അഗൈൻ SP-1 ചെയ്യും. അതിനകത്തേക്ക് 03 എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ദിസ് ഇൻസ്ട്രക്ഷൻ is accompanied to jump unconditionally to the memory location specified by the second and third bytes. The second byte is specifies the line number and third byte specifies the page number. ജമ്പ് ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ജമ്പ് ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഒന്നും സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യില്ല, സ്റ്റോർ ചെയ്യില്ല. ഓക്കെ, ഇനി റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. റിട്ടേൺ ഫ്രം എ സബ് റൂട്ടീൻ
അൺകണ്ടീഷണലി സബ്റൂട്ടീനകത്ത് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ദിസ് എ 1 byte ഇൻസ്ട്രക്ഷൻ. ഇൻസേർട്ട് 2 bytes ഫ്രം ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഇൻ ടു ദി പ്രോഗ്രാം. അതായത് നേരത്തെ സ്റ്റാക്ക് ഏരിയക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഏതാണോ അതെങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, പി സിക്കകത്ത് പ്രോഗ്രാം കൗണ്ടറിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അൺകണ്ടീഷണലി റിട്ടേൺസ് ഫ്രം എ സബ്റൂട്ടീനകത്ത് ഒരു കണ്ടീഷനും ഇല്ലാതെ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അതെങ്ങനെയാണ് നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ LXASP 2400 SP ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ കുറച്ച് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോൾ 2070 എന്ന് തന്നെ ഒരു അഡ്രസ്സ് വന്നതെന്ന് വെച്ചു. പിന്നെ 3 byte ഇൻസ്ട്രക്ഷനാണ്. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, കോൾ എങ്ങനെ, ഇതിനൊരു അഡ്രസ്സ് ഉണ്ടായി 2400 ഉണ്ടാവും. 3 byte ഇൻസ്ട്രക്ഷൻ അല്ലേ, ഫസ്റ്റ് ബൈറ്റ് 2400 2040 2041 അടുത്തത് 42. ഇപ്പോൾ കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് ഏതാണ് 2043 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, SP എന്ന് തന്നെ സ്റ്റാക്ക് പോയിൻ്ററിലല്ല, സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അതായത് 2400-നകത്ത്, കാരണം LS 23FF-നകത്ത് എന്ത് സ്റ്റോർ ചെയ്യും, ഫസ്റ്റിൽ എന്താ ചെയ്യുക, SP-1 ചെയ്യും. SP ഈക്വൽ ടു ഇതിനകത്ത് കുറച്ചുകൂടെ നല്ലത്, SP ഈക്വൽ ടു SP-1. അതെത്രയാണ്, 2400 അല്ല, 3F 23FF. SP എന്തായിട്ട് മാറും, 23FF ആയിട്ട് മാറും. അതിനകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്യും, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് ഏതാണ് 2040 എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ഞങ്ങൾ എന്ത് ചെയ്യും, അത് ഇതിനകത്തേക്ക് 2040 അല്ല സ്റ്റോർ ചെയ്യുക, ഹയർ ഓർഡർ ആയിട്ടുള്ള 20 സ്റ്റോർ ചെയ്യും. എന്ത് ചെയ്യും, 23 SP-1 ചെയ്യും. SP ഈക്വൽ ടു SP-1. അത് SP എന്തായിട്ട് മാറും, 23FE ആയിട്ട് മാറും. അവിടെ എന്ത് സ്റ്റോർ ചെയ്യും, 43 സ്റ്റോർ ചെയ്യും. അല്ല 43 എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്താൽ ഇതാ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സാണ്. ഇപ്പോൾ 2043 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് എന്ത് ചെയ്യും, സേഫ് ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, 2070-നകത്തേക്ക് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. എങ്ങനെ 2073-ലേക്ക് ജമ്പ് ചെയ്യുന്നത്, പ്രോഗ്രാം കൗണ്ടർ PC എന്തായിട്ട് മാറും, 2070 ആയിട്ട് മാറും. 2070 ആയിട്ട് PC അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും, 2070-ലായിരിക്കും. 2070-ലുള്ള പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, 2070-ലുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു, 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ ചെയ്യുക, ലാസ്റ്റിൽ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത വാല്യൂ എന്താണോ അതെങ്ങോട്ടേക്ക് കോപ്പി ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അതായത് പ്രോഗ്രാം കൗണ്ടർ എന്തായിട്ട് മാറും, SP ഈക്വൽ ടു എന്തായിരിക്കും, 2043. അപ്പം ഇനി എക്സിക്യൂട്ട് ചെയ്യുക എവിടെ മുതലാണ്, 2043 മുതലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ മുതൽ ഇവിടെ വരെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചു തരാം, കണ്ടില്ല, 2000 മുതൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, 2042 എത്തി. ഇപ്പം 42 കണ്ടു കഴിഞ്ഞാൽ ഒരു സബ്റൂട്ടീൻ കോൾ വന്നല്ലേ, കോൾ 2070 നേരെ അങ്ങോട്ടേക്ക് പോയി, 2043-ലേക്ക് പോവാതെ 2070-ലേക്ക് പോയി. അവിടുന്ന് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് 207F-നകത്ത് എന്ത് കണ്ടു, റിട്ടേൺ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കണ്ടു, RET. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ആയിട്ടുള്ള 2043-ലേക്ക് പോകും. അവിടുന്ന് HLT വരെയുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, HLT.
അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കോൾ 2070. അപ്പോൾ ഫസ്റ്റ് ഓപ്പ് കോഡ് ഫെച്ച് ഉണ്ടാവും. ഓപ്പ് കോഡ് എന്താണ്? കോളിൻ്റെ ഓപ്പ് കോഡ് CD എന്നുള്ള വാല്യൂ ഉണ്ട്. ഓപ്പ് കോഡ് ഫെച്ചിൽ in this machine cycle the content of the program counter 2040 അഡ്രസ് ഓപ്പ് കോഡ് ഫെച്ച് ഉണ്ടാവും ആദ്യം അല്ലേ. 270 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓപ്പ് കോഡ് ഫെച്ച് ഉണ്ടാവും. പിന്നെ ഇൻസ്ട്രക്ഷൻ എന്തുണ്ടാവും? കോൾ 2070 എന്നല്ലേ. രണ്ട് വാല്യൂ എന്തുണ്ടാവും? മെഷീൻ സൈക്കിൾ ഉണ്ടാവും. M1 and M2 മെമ്മറി റീഡ്, രണ്ട് മെമ്മറി റീഡാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? സ്റ്റോറിങ് പ്രോഗ്രാം കൗണ്ടറിനകത്തേക്ക് എന്ത് ചെയ്യണം? വാല്യൂ സ്റ്റോർ ചെയ്യണം. എന്താ സ്റ്റോർ ചെയ്യേണ്ടത്? 2070 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യണം അല്ലേ. അറ്റ് ദി ബിഗിനിങ് ഓഫ് M1 സൈക്കിൾ രണ്ട് വാല്യൂ PCHനകത്തേക്ക് എന്ത് ചെയ്യണം? 20 സ്റ്റോർ ചെയ്യണം. മറ്റേതിനകത്തേക്ക് 2070 സ്റ്റോർ ചെയ്യണം എല്ലാത്തിനകത്തേക്ക്. M1 op code fetch, M2 memory read, M3 again memory read, M4 to M6 op code fetch of next instruction in honestly perform it. Okay, M1 is normal op code fetch. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, നിങ്ങൾ ഇത്ര വരെ നോക്കിയാൽ മതി. ഈ ഇതുവരെ മതി. അപ്പോൾ ഓപ്പ് കോഡ് ഫെച്ച്, മെമ്മറി റീഡ്, മെമ്മറി റീഡ് അഗൈൻ. പിന്നെ എന്ത് വേണം? പിന്നെ പ്രോഗ്രാം കൗണ്ടറിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന കൂടെ വേണം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇൻട്രപ്റ്റ്സ് എന്ന് പറയാം. വാട്ട് ഈസ് ഇൻട്രപ്റ്റ് ആൻഡ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ്സ് അവൈലബിൾ ഇൻ 8085? ഹൗ ആൻ ഇൻട്രപ്റ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ 8085. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഇതിനകത്ത് ഇൻട്രപ്റ്റ് IO എന്ന് പറയും. The interrupt IO is a process of data transfer whereby an external device or a peripheral can inform the processor that it is ready for communications and it requests attentions. അതായത് ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. This is a microprocessor and these are the external devices. മൈക്രോ പ്രോസസ്സറും എക്സ്റ്റേണൽ ഡിവൈസും തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? കുറേ മെത്തേഡ് ഉണ്ട്. അത് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ സാധനം പോളിംഗ് എന്ന് പറയും. POLLING പോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? മൈക്രോ പ്രോസസ്സർ ആദ്യം ഫസ്റ്റ് ഡിവൈസിനെ വെരിഫൈ ചെയ്യും whether it can send, whether the device is ready to send any data, അല്ലെങ്കിൽ ആ ഡിവൈസിന് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ഡിവൈസിനകത്തേക്ക് സെൻഡ് ചെയ്യാനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെക്കും. ഇല്ലയെന്നുണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിവൈസ്, ഇല്ലയെന്നുണ്ട് കഴിഞ്ഞാൽ അടുത്ത ഡിവൈസ്. ഇതിങ്ങനെ ഒരു റൗണ്ട് റോബിൻ ഫാഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിനിടയ്ക്കും ഏത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം? ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഡിവൈസിനും ഒന്നും സെൻഡ് ചെയ്യാനില്ലെങ്കിൽ എന്നാൽ പോലും എന്ത് ചെയ്യണം? ഈ മൈക്രോ പ്രോസസ്സർ ഇങ്ങനെ ചെക്ക് ചെയ്ത് വെക്കണം ഏതെങ്കിലും ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സെൻഡ് ചെയ്യാനില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം പ്രോസസ്സർ നോർമലി ഡിലേ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. ഇതിനകത്തേക്ക് ഇങ്ങനെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ടൈം വേസ്റ്റേജ് ഓഫ് ടൈം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്തു. ആ ടെക്നിക്കിലാണ് നമ്മൾ എന്താ പറയുക? ഇൻട്രപ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. സോ ഇൻട്രപ്റ്റ് is also another techniques of communication between processor and IO device. IO ഡിവൈസസും പ്രോസസ്സറും എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേറൊരു ടെക്നിക്കാണ് എന്ത്? ഈ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത്? ഈ പോളിങ്ങിനകത്ത് ഇങ്ങനെ റൗണ്ട് റോബിൻ ഫാഷൻ ചെക്ക് ചെയ്യുന്നതിന് പകരം ഡിവൈസിന് ഏതെങ്കിലും മൈക്രോ പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡിവൈസ് എന്ത് ചെയ്യും? മൈക്രോ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യും. ഇപ്പോൾ മൈക്രോ പ്രോസസ്സർ ഓൾറെഡി വേറെ ഏതെങ്കിലും പ്രോസസ്സിങ്ങിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ ആ പ്രോസസ്സിനിടയ്ക്ക് ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റും?
ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റും ത്രൂ ഹാർഡ്വെയർ പിന്നോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടോ ഡിവൈസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റും. വൺസ് അത് ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സർ എന്താ ചെയ്യുക, കറൻ്റ്ലി പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസൊക്കെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് പ്രോസസ്സ് ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, സേവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഏത് ഡിവൈസാണോ മൈക്രോ പ്രോസസ്സറിനെ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിന് അറ്റൻഷൻ കൊടുക്കും. അതാണ് ആക്ച്വലി ഏത് ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യില്ല, ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഏത് ഡിവൈസാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഡിവൈസ് അപ്പോൾ എന്ത് ചെയ്യും, ഇൻറ്ററപ്റ്റ് ചെയ്യും. ഒന്നിൽ കൂടുതൽ ഡിവൈസ് ഒരുമിച്ച് ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഏതാണോ ആ പ്രയോറിറ്റിയുള്ള ഡിവൈസിന് എന്ത് ചെയ്യും, ചാൻസ് കൊടുക്കും. അങ്ങനെ പ്രയോറിറ്റി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. ഇപ്പോൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്ത് ചെയ്യും, ഇപ്പം ഇൻറ്ററപ്റ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും മാസ്കബിൾ ഇൻറ്ററപ്റ്റ് ആൻഡ് നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്. ദാറ്റ് മീൻസ് ഇൻറ്ററപ്റ്റ് ക്യാൻ ബി classified into major categorized into two categories. One is maskable interrupt and non-maskable interrupt. 8085 ഇതേപോലെ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സും നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സും ഉണ്ട്. The maskable interrupts are interrupts which can block or delayed by a processor. ഒരു പ്രോസസ്സറിന് എക്സ്റ്റേണൽ ഡിവൈസസിൻ്റെ ഇൻറ്ററപ്റ്റിനെ ബ്ലോക്ക് ചെയ്യുകയോ മാസ്ക് ചെയ്യുകയോ അതായത് ബ്ലോക്ക് ചെയ്യുകയോ ഡിലേ ചെയ്യാനോ പറ്റുകയാണെങ്കിൽ അത്തരം ഇൻറ്ററപ്റ്റ്സിനെ നമ്മൾ എന്തായിരിക്കും പറയാം, മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയാം. മാസ്ക് മീൻസ് മേക്ക് സീറോ, നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് സീറോ ആക്കാൻ പറ്റും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് മാസ്കബിൾ ഇൻറ്ററപ്റ്റ്. ആദ്യത്തെ ടൈപ്പ് ഇൻറ്ററപ്റ്റ്സിനാണ് നമ്മൾ എന്താ പറയുക, മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയുക. ഈ നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയുകയാണെങ്കിലോ ആ ടൈപ്പ് ഇൻറ്ററപ്റ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാനോ ഡിലേ ചെയ്യാനോ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ വന്ന പോലെ ഉണ്ടാവും. വേറെ ഇൻറ്ററപ്റ്റ് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനത്തേനാണ് നമ്മൾ എന്താ പറയുക, നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ്. ഇപ്പോൾ നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഡിവൈഡ് ബൈ സീറോ എറർ. അപ്പം പിന്നെ എന്താ പറയുക, ഡിവൈസിനെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുക, ഈ നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി among the 8085 5 different interrupts ഉണ്ട്, 5 interrupts ഉണ്ട്. 5 interruptsനകത്ത് ഒരു നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സും 4 മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സും ആണ്. ഏതൊക്കെ ഇൻറ്ററപ്റ്റ്സ് ഉള്ളത് അത് പറയാം നമുക്ക്. 8085 microprocessor include 4 maskable interrupts and 1 non-maskable interrupts. Among the 4 maskable interrupts, one is non-vectored and which require external hardware to supply call instruction or restart executions. The others are vectored interrupts. അതായത് ഈ മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സിനെ നമുക്ക് അഗെയിൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും വെക്റ്റഡ് ആൻഡ് നോൺ വെക്റ്റഡ്. അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ്സിനെ നമുക്ക് അഗെയിൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും വെക്റ്റഡ് ആൻഡ് നോൺ വെക്റ്റഡ്. എന്താ വെക്റ്റഡ് ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയാം? വെക്റ്റഡ് ഇൻറ്ററപ്റ്റ്സ് ആർ ഇൻറ്ററപ്റ്റ്സ് which having a specific location to jump or call when interrupt is occurred. അതായത് വെക്റ്റഡ് ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ലൊക്കേഷനോ അല്ലെങ്കിൽ സ്പെസിഫിക് മെമ്മറി ഏരിയയോ ഉണ്ടാകും എന്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നോൺ വെക്റ്റഡ് ഇൻറ്ററപ്റ്റ്സിനാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടാവില്ല. ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് എന്ത് സ്പെസിഫൈ ചെയ്യണം, ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് ഡിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യണം. അതർവൈസ് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് തന്നെ പറയാം. ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനാണ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുക. ആ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻറ്ററപ്റ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറി. വൺ ഈസ് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. മാസ്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ ഡിലേ ചെയ്യാനോ പറ്റും.
ഇനി ബ്ലോക്ക് ചെയ്യാനും ഡിലേ ചെയ്യാനും പറ്റാത്ത ഇൻട്രപ്റ്റ്സിനെ നമ്മൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയും. പിന്നെ ഇൻട്രപ്റ്റ്സിന് അഗെയിൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും വെക്റ്റഡ് ആൻഡ് നോൺ വെക്റ്റഡ്. വെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടാവും. ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോൺ വെക്റ്റഡ് ആണെന്നുണ്ടെങ്കിലോ അതിലൊരു ലൊക്കേഷൻ ഉണ്ടാവില്ല ജമ്പ് ചെയ്യണമെന്നുള്ളത്. അത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസ് ഏത് ഡിവൈസാണോ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് ആ ഡിവൈസ് എന്ത് സ്പെസിഫൈ ചെയ്യണം, ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ അതിന് സെൻഡ് ചെയ്യണം, ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, നോൺ വെക്റ്റഡ് ഇൻട്രപ്റ്റ് എന്ന് പറയും. In 8085 there are 5 interrupts available. One is ഏതൊക്കെയാണുള്ളത് എല്ലാം പറയാം. അതിനകത്ത് ഇൻട്രപ്റ്റ്സ് INTR, RST 7.5, RST 6.5, RST 5.5, trap. ഇതാണ് 5 different interrupts. ഇതിനകത്ത് INTR എന്ന് പറഞ്ഞാൽ നോൺ വെക്റ്റഡ് ഇൻട്രപ്റ്റ്സ് ആണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എന്തറിയില്ല ഡിവൈസിന് എന്തറിയില്ല, എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷൻ, ഏത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇത് നാലും എന്താണ് ഇത് നാലും വെക്റ്റഡ് ഇൻട്രപ്റ്റ്സ് ആണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കറിയാം എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെന്ന്, അവർക്കറിയാം. ഇത് വെക്റ്റഡ് ഇൻട്രപ്റ്റ്സ്, ഓക്കെ. INTR എന്ന് പറഞ്ഞ സാധനം നോൺ വെക്റ്റഡും RST 7.5, 6.5, 5.5 ട്രാപ്പും എന്താണ്, വെക്റ്റഡ് ഇൻട്രപ്റ്റുമാണ്. ഇനി മാസ്കബിളും നോൺ മാസ്കബിളും. ഏതൊക്കെയാണ് മാസ്കബിൾ, ഏതൊക്കെയാണ് നോൺ മാസ്കബിൾ എന്ന് പറയാമോ? INTRും ഇത്രയും മാസ്കബിളാണിത്. ഇത് മാസ്കബിളാണ്. ഇതാണ് ഓൺലി നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് അവൈലബിൾ ഇൻ 8085. ദിസ് ഇസ് നോൺ മാസ്കബിൾ INTRും RST 7.5, 6.5, 5.5 മാസ്കബിളാണ്. ആൻഡ് ട്രാപ്പ് ഈസ് ദ ഓൺലി നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് അവൈലബിൾ ഇൻ 8085. അപ്പോൾ ട്രാപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ബ്ലോക്ക് ചെയ്യാനോ ഡിലേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഇൻട്രപ്റ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിലേ ചെയ്യിക്കാനോ പറ്റും. അപ്പോൾ ഇതാണ് 8085-നകത്തുള്ള 5 ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഇൻട്രപ്റ്റ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഡിവൈസിന് ഇൻട്രപ്റ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു അക്നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ INTA എന്ന് പറഞ്ഞ ഒരു ഇൻട്രപ്റ്റ് അക്നോളജ് പിന്നും യൂസ് ചെയ്ത്, INTA ബാറാണ് ആക്ച്വലി, INTA ബാർ ആണ് ഇൻട്രപ്റ്റ് അക്നോളജ് ചെയ്യുന്നതാണ്. 5 ഇൻട്രപ്റ്റും ഇത്രയും ഇൻട്രപ്റ്റ്സും ഒരു ഇൻട്രപ്റ്റ് അക്നോളജ്, ഇത് ഇൻട്രപ്റ്റ് അക്നോളജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻട്രപ്റ്റ്സ് ഉള്ളത്. ഇനി ഇൻട്രപ്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും?
The interrupt processor should be enabled by writing an instruction EI in the main program. This is similar to keeping the phone. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് എന്ത്, എനേബിൾ ഇൻട്രപ്റ്റ്, ആൻഡ് ഡിസേബിൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഡിസേബിൾ ഇൻട്രപ്റ്റ്. അപ്പോൾ ഫസ്റ്റിൽ ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, എനേബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. The interrupt processor should be enabled by writing an instruction EI. When instruction EI is executed, all the maskable interrupts are enabled, or all the interrupts are enabled. EI എന്ന് പറഞ്ഞ സാധനം എന്താ, ഒരു സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. The instruction set the interrupt flip flop and enable the instruction process. System reset or interrupt disable the interrupt process. Any ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഡിസേബിൾ ചെയ്യാൻ എന്താ ഡി ഐ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വൺ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ദിസ് ഇൻസ്ട്രക്ഷൻ റീസെറ്റ് ദി ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡിസേബിൾ ദി ഇൻട്രപ്റ്റ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ എനേബിൾ ഇൻട്രപ്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എല്ലാ ഇൻട്രപ്റ്റ്സിനെ എനേബിൾ ചെയ്യും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, വെൻ മൈക്രോ പ്രൊസസ്സർ ഈസ് എക്സിക്യൂട്ടിംഗ് ഇറ്റ് ചെക്സ് INTR പിൻ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ ഇൻസ്ട്രക്ഷൻ. 8085 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും INTR എന്ന് പറഞ്ഞ ലൈൻ എന്താണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കും, ഹൈ ആണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കും. മനസ്സിലായോ? ഇതിപ്പോൾ INTR വഴി ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് 8085 പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്നാണ്. അപ്പം ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും, INTR ലൈൻ ഹൈ ആണോ എന്ന് ആര് ചെക്ക് ചെയ്ത് വെക്കും, മൈക്രോ പ്രൊസസ്സർ ചെക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. If the INTR line is high and the interrupt is enabled, interrupt enable ആവുകയും interrupt enabled ആണ് കൂടാതെ INTR ഹൈ ആവുകയും ചെയ്യണം. എന്താ, INTR വഴിയാണ് നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നതെങ്കിൽ INTR ലൈൻ വഴിയല്ല ഇൻട്രപ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ INTR ലൈൻ എന്തായിരിക്കും, ഹൈ ആകും. The microprocessor completes the current instruction and disable the interrupt enable flip flop using DI instructions. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക, ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ഡിസേബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ആൻഡ് സെൻഡ് എ സിഗ്നൽ കോൾഡ് INTA ബാർ എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ആർക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യും, ഡിവൈസ് വിച്ച് ഇൻട്രപ്റ്റ്സ് ദി പ്രോസസ്സർ. ഏത് ഡിവൈസാണോ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിന് എന്ത് ചെയ്യും, INTA എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് സിഗ്നൽ ആര് സെൻഡ് ചെയ്യും, 8085 സെൻഡ് ചെയ്യും. In fourth step, the INTA is used to insert a restart instruction or call instruction. അപ്പം INTA റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് എന്ത് ചെയ്യും, ഇത് INTA ഇൻട്രപ്റ്റ് അക്നോളജ് INTR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് അല്ലേ, അത് നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റും കൂടെ അല്ലേ, ഇത് മാസ്കബിളാണ്. അതേപോലെ തന്നെ എന്താണ്, നോൺ വെക്റ്റേർഡും കൂടെയാണ് INTR എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വെക്ടർ ചെയ്താണ് എങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു കോൾ ഇൻസ്ട്രക്ഷനും ആര് സെൻഡ് ചെയ്തു, INTA എന്ന് പറഞ്ഞാൽ അക്നോളജി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോൾ ഇൻസ്ട്രക്ഷനോ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷനോ ആര് സെൻഡ് ചെയ്ത് കൊടുക്കും, ഡിവൈസ് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുക, ഒരു പ്രോസസ്സർ ഇൻട്രപ്റ്റിന് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ എന്താ പ്രോസസ്സർ ചെയ്യാം, ഓരോ പ്രാവശ്യം എന്ത് ചെക്ക് ചെയ്ത് വെക്കും, ഡിവൈസും മൈക്രോ പ്രൊസസ്സറും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന INTR എന്ന് പറഞ്ഞ ലൈൻ ഹൈ ആണെന്ന് ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 8085 വെരിഫൈ ചെയ്യും. എപ്പോഴെങ്കിലും INTR ലൈൻ ഹൈ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, കറൻ്റ്ലി പെർഫോം ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യും, ഒരു ഡിസേബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് INTA എന്ന് പറഞ്ഞ അക്നോളജി ആർക്ക് സെൻഡ് ചെയ്യും, ഡിവൈസിന് സെൻഡ് ചെയ്യും. അപ്പോൾ INTA എന്ന് പറഞ്ഞ ഒരു അക്നോളജി ഡിവൈസ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെന്ത് ചെയ്യും, എന്താ ചെയ്യുക, ഡിവൈസ് എന്ത് ചെയ്യും, ഒരു ജമ്പ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്, അതൊരു ജമ്പ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കോൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ RST ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ഡാറ്റാ ബസ് വഴി ഇൻസേർട്ട് ചെയ്യും. ഇത്രയാണ് സ്റ്റെപ്പ്. എന്നിട്ട് എന്ത് ചെയ്യും,
when the microprocessor receives an RST instruction or call instruction, it saves the memory address of the next instruction on the stack. അപ്പോൾ മൈക്രോപ്രോസസ്സർ RSTയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു കോൾ ഇൻസ്ട്രക്ഷനോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഇറ്റ് സേവ്സ് ദി മെമ്മറി അഡ്രസ്. നെക്സ്റ്റ് മെമ്മറി അഡ്രസ്സിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്താണോ അത് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. ദിസ് ഈസ് സിമിലർ ടു ഇൻസേർട്ടിങ് എ ബുക്ക് മാർക്ക്. അത് നോക്കണ്ട. ഇത് പ്രോഗ്രാംസ് ട്രാൻസ്ഫേർഡ് ദി കോൾ ലൊക്കേഷൻസ്. പിന്നെ എന്ത് ചെയ്യും? കോൾ ലൊക്കേഷനകത്തേക്ക് എന്ത് ചെയ്യും? പ്രോഗ്രാം ട്രാൻസ്ഫർ ചെയ്യും. അസ്യൂമിങ് ദാറ്റ് ടാസ്ക് ടു ബി പെർഫോംഡ് റിട്ടേൺ ഇൻ ദി സബ്റൂട്ടീൻ സ്പെസിഫൈഡ് ലൊക്കേഷൻസ്. ഇത് പ്രോസസ്സർ പെർഫോം ദി ടാസ്ക് ദി സബ്റൂട്ടീൻ ഈസ് നോൺ എസ് സർവീസ് റൂട്ടീൻ. അപ്പം ഇനി ഈ കോൾ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്താ പറയുക? സബ് റൂട്ടീൻ എന്ന് പറയുക. ആ സബ് റൂട്ടീനിലെ പ്രോഗ്രാം 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനം ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ദി സർവീസ് റൂട്ടീൻ ഷുഡ് ഇൻക്ലൂഡ് ആൻ ഇൻസ്ട്രക്ഷൻ എനേബിൾ ഇൻറ്ററപ്റ്റ്. സർവീസ് റൂട്ടീൻ എന്തായിരിക്കും? ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എനേബിൾ ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. കാരണം സർവീസ് റൂട്ടീൻ അതിനേക്കാളും ഹയസ്റ്റ് പ്രയോറിറ്റിയുള്ള ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് വന്നിരിക്കണം? ഇൻറ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നേരത്തെ ഡിസേബിൾ ചെയ്തിരിക്കുന്ന പോലെയുള്ളത്. അപ്പോൾ അതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? EI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. At the end of the subroutine, the return instruction is retrieve the memory location of the next of the program was interrupted and continue the execution. അപ്പം ഇൻറ്ററപ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് നമ്മൾ നേരത്തെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് അത് പോപ്പ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ മുതൽ ഒരിക്കൽ കൂടെ ഒന്നുകൂടെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ, കോൾ ഇൻസ്ട്രക്ഷനോ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷനോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ INTR എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് INTA കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. റീസ്റ്റാർട്ടും കോളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ 1 byte ഇൻസ്ട്രക്ഷനാണ്. കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 3 byte ഇൻസ്ട്രക്ഷനാണ്. അപ്പം റീസ്റ്റാർട്ട് RST0, RST1, RST2, 3, 4, 5 അപ് ടു RST7 വരെ ഉണ്ട്. ഓരോന്നും റീസ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു ലൊക്കേഷനകത്ത്. അതായത് ആക്ച്വലി 1 byte കോൾ ഇൻസ്ട്രക്ഷനാണ് ആക്ച്വലി എന്ത്? RST എന്ന് പറഞ്ഞ സിഗ്നൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. RST0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുക? കോൾ 0000 എന്ന് പറഞ്ഞാൽ ലൊക്കേഷനകത്തേക്കാണ് കോൾ ചെയ്യുക. RST1 എന്ന് പറഞ്ഞാൽ 008ലേക്കാണ് എന്ത് ചെയ്യുക? കോൾ ചെയ്യുക. RST2 എന്ന് പറഞ്ഞാൽ 0010-നകത്തേക്ക്. RST3 എന്ന് പറഞ്ഞാൽ 0018-നകത്തേക്കാണ്. 0020-നകത്തേക്കാണ് എന്ത്? RST4, 28-നകത്തേക്ക് RST5, 30-നകത്തേക്ക് RST6 ആൻഡ് RST7 will jump into location 0038. 38-നകത്തേക്ക് എന്ത് ചെയ്യും? ഇത് ജമ്പ് ചെയ്യും. RST7 എന്ന് പറഞ്ഞ സാധനം ജമ്പ് ചെയ്യും. ഓക്കെ. അതിൻ്റെ ഹെക്സ് കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഹെക്സ് കോഡ് എന്താ? C7 CF, D7 DF, E7 EF, F7 FF എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ ഇവിടെ നോക്കിയിരിക്കുക നിങ്ങൾ. ഇപ്പോൾ ഇതേപോലെ ഒരു ഇതാണെന്ന് ചോദിക്കുക. ഈ ഒരു ഡിവൈസാണ് എന്ത് ചെയ്യുന്നത്? ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാകും? മൈക്രോപ്രൊസസ്സറിനെ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടുണ്ടാകും ത്രൂ INTR വഴി. INTR ഡിവൈസ് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇവിടെ നിങ്ങോട്ട് ഡിവൈസ് ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ്ലി ഓരോ പ്രാവശ്യം INTR ലൈൻ ഹൈ ആകുന്നുണ്ടോ നോക്കും. വൺസ് ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മൈക്രോപ്രൊസസ്സറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും INTR ഹൈ ആയി. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്, ഇപ്പം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് 1015 ആണെന്നുണ്ടെങ്കിൽ ആ 1015 എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. ആൻഡ് ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെന്ത് ചെയ്യും? INTA എന്ന് തന്നെ ഒരു അക്നോളജി കൊടുക്കും. INTA ബാർ. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡാറ്റാബേസിനകത്തേക്ക് ഒരു റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും. റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ ഇതേപോലെ കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ 0 ആയി കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് എനേബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഈ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്ന സാധനം ഇത് വെച്ചിട്ട് ഈ ഒരു D4 വെച്ച് ബാക്കിയെല്ലാം എന്തായിരിക്കും ഹൈ ആണ് ഇതല്ലേ, ഇവിടെ എല്ലാം ഹൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ ഇൻപുട്ടൊക്കെ ഹൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് D4. അപ്പോൾ D4 മാത്രം 0 ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 1 1 1 0 1 1 1 അല്ലേ. 1 1 1 0 എന്ന് പറഞ്ഞാൽ എന്താ ഇ ആണ്, EF എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. EF എന്ന് പറഞ്ഞാൽ RST 5. അപ്പോൾ RST 5ന് പകരം എന്തായിരിക്കും ഈ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8085 മനസ്സിലാവും EF ആണെന്നും ആ ഇൻസ്ട്രക്ഷനാണ് എന്ത് ചെയ്യേണ്ടത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, RST 5 എന്ന് പറഞ്ഞാൽ 0028 എന്ത് ചെയ്യും ജമ്പ് ചെയ്യും. ആ 0028 ഇൻസ്ട്രക്ഷൻ 1 by 1 ആയിട്ട് എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും റിട്ടേൺ ആയിരിക്കും. റിട്ടേൺ കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് സ്റ്റാർട്ടിൽ നേരത്തെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2015 എന്ത് ചെയ്യും അത് നേരെ PC യിലേക്ക് എന്ത് ചെയ്യും ലോഡ് ചെയ്യും. പിന്നെ 20 PC എന്തായിട്ട് മാറും 2015 ആയിട്ട് മാറും. ഇനി 2015 മുതലുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് എന്താ, 8085 ഹാസ് 5 ഇൻറ്ററപ്റ്റ്സ്. ഏതൊക്കെയാണ് INTR, RST 7.5, 6.5, 7.5. ഇതൊക്കെ 5 ഇൻറ്ററപ്റ്റാണ്. അതിനകത്ത് 4 മാത്രമേ എന്ത് ചെയ്യുള്ളൂ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ഉള്ളൂ. അതിനെന്തുണ്ടാവും INTR വെച്ച് ബാക്കിയെല്ലാം എന്താണ് INTR നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് ആണ്. ബാക്കി 4 ഇൻറ്ററപ്റ്റ്സ് എന്തായിരിക്കും വെക്റ്റേർഡ് ആണ്. അപ്പം ട്രാപ്പ് എന്ന് പറഞ്ഞ ഇൻറ്ററപ്റ്റ് എന്താണ് വെക്റ്റേർഡ് ആണ്. RST 7.5, 6.5, 5.5 ഇതൊക്കെ എന്താണ് വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ആണ്. അതിൻ്റെ ലൊക്കേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കേ പോകുള്ളൂ 0024 പോകുള്ളൂ. RST 7.5 വന്നു കഴിഞ്ഞാൽ 003C പോകുള്ളൂ. RST 6.5 വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേ 0034 പോകുള്ളൂ. RST 5.5 വന്നു കഴിഞ്ഞാൽ 002C പോകുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പ്രയോറിറ്റീൻ്റെ കാര്യം പറഞ്ഞു. ഇത്രയും ഇൻറ്ററപ്റ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ട്രാപ്പ് ആണ്. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് ആയിട്ടുള്ള ട്രാപ്പാണ്. അത് കഴിഞ്ഞാൽ RST 7.5, RST 6.5, RST 5.5 ആൻഡ് ലീസ്റ്റ് priority is obtained by INTR. INTRനാണ് എന്ത് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. മനസ്സിലായോ? അപ്പം INTR ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം RST 7.5 6.5 5.5 ട്രാപ്പോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും INTR അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേ ഇൻറ്ററപ്റ്റ്സിനെ എന്ത് ചെയ്യും ഹാൻഡിൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ഹയസ്റ്റ് പ്രയോറിറ്റിയുള്ള ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ലോവസ്റ്റ് പ്രയോറിറ്റിയുള്ള ഇൻറ്ററപ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹയസ്റ്റ് പ്രയോറിറ്റീനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ലോവസ്റ്റ് പ്രയോറിറ്റി കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇനി വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സിനകത്ത് ഇവിടെ നോക്കിയാൽ മതി. നമുക്കറിയാം ഏതൊക്കെയാണ് വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ്. ട്രാപ്പ് RST 7.5, 6.5, 5.5 ഇവിടെ ഇപ്പോൾ എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. RST 7.5 കംപ്ലീറ്റ് ഇൻറ്ററപ്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. RST 7.5, RST 6.5, RST 5.5 ട്രാപ്പ് ആൻഡ് INTR. ഇതെന്താണ് നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ആണ്. ബാക്കിയെല്ലാം എന്താണ് വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ആണ്. ഇത് വെക്റ്റേർഡ് ആണ്, നോൺ വെക്റ്റേർഡ് ആണ്, ബാക്കിയെല്ലാം വെക്റ്റേർഡ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി എഡ്ജ് ട്രിഗേർഡ് ആണ്. എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ RST 7.5 ഇതേപോലെ ഒരു എഡ്ജ് വന്നു കഴിഞ്ഞാൽ ഈ എഡ്ജിലാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുക ഒരു ഇൻറ്ററപ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ RST 7.5 വന്നു കഴിഞ്ഞാൽ അവിടെ D എന്താകും 1 ആകും. റീസെറ്റും ഇൻറ്ററപ്റ്റ് റെക്കഗ്നൈസ്ഡും നേരത്തെ ഏതെങ്കിലും ഇൻറ്ററപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് രണ്ടും 00 ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ 1 ആയിരിക്കും അല്ലേ. ഇവിടെ 1 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ D വന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, ഇവിടെ ക്ലിയർ എന്താകണം ക്ലിയർ അല്ലേ. ഇവിടെ ക്ലിയറിൽ 1 വരാതിരിക്കുകയും വേണം. ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ D എങ്ങോട്ടേക്ക് വരുള്ളൂ ക്യൂവിൽ വരുള്ളൂ. ഓക്കെ, ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ എന്ത് ചെയ്യുള്ളൂ 1 വരുള്ളൂ.
അപ്പം റീസെറ്റോ ഇൻറ്ററപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായി പോകും, ഈ RST 7.5 എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യില്ല, എഫക്റ്റ് ചെയ്യില്ല. ഓൾറെഡി RST 7.5 റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, വേറൊരു ഇൻറ്ററപ്റ്റ് എന്ത് ചെയ്യില്ല, വരില്ല. അങ്ങനെ RST 7.5 ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്യുകയോ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഇവിടെ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗെയിൻ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 ആവും, ക്ലിയർ ആവും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ RST 7.5 ഇവിടെ വരെ എത്തും. ഇനി ഇൻറ്ററപ്റ്റിനെ മാസ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം, 0 കൊടുക്കുകയാണെങ്കിൽ, മാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 1 കൊടുക്കേണ്ടത്. ഇവിടെ 0 ആണെങ്കിൽ നോൺ മാസ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇവിടെയും 1 ആണ്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഇൻറ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യുക, അതായത് എനേബിൾ ഇൻറ്ററപ്റ്റ് കൊടുക്കുകയോ ഡിസേബിൾ ഇൻറ്ററപ്റ്റ് കൊടുക്കുകയോ റീസെറ്റോ വേറെ ഏതെങ്കിലും ഇൻറ്ററപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ക്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ക്യൂ 0 ആണെങ്കിലും എന്ത് ചെയ്യില്ല, ഈ ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്യില്ല. അപ്പം ഈ RST 7.5 ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ചെയ്യാൻ പറ്റും. വേറൊരു RST ഇൻറ്ററപ്റ്റ് ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഡിസേബിൾ ഇൻറ്ററപ്റ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. റീസെറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ RST 7.5 ഒക്കർ ചെയ്യും. ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, 003C ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, RST 7.5 ഇതിനേക്കാളും എന്തായിരിക്കും, ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളതാണ്. അപ്പം RST 7.5 വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കില്ല. 6.5 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടോ നോക്കും. ഡിസേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഗെയിൻ 1 ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞത് ഒരു ഡിസേബിൾ ഇൻറ്ററപ്റ്റോ റീസെറ്റോ എനി ഇൻറ്ററപ്റ്റിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ എന്തായിരിക്കും, ഡിസേബിൾഡ് ആയിരിക്കും. അല്ലാതെ അതും എന്തായിരിക്കും, എനേബിൾഡ് ആയിരിക്കും. വൺസ് RST 6.5 ഒക്കർ ചെയ്തെന്നുണ്ടെങ്കിൽ അത് നേരെ അങ്ങോട്ടേക്കേ പോകുള്ളൂ, 0034 പോകുള്ളൂ. ഇനി RST 5.5 അതും എന്താണ്, ലെവൽ ട്രിഗേർഡാണ്. ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൈ വന്ന് കുറച്ച് നേരം നിൽക്കുന്ന ഈ ടൈമിലാണ് എന്തായിട്ട് ഇൻറ്ററപ്റ്റായിട്ട് അത് എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. ഇനി വൺസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് പോകും, 002C എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. ഇനി ട്രാപ്പ് കണ്ടില്ലെങ്കിൽ ഒരു സാധനത്തിനെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. വൺസ് അത് ഒക്കർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടുത്തേക്ക് പോകും, 0024 പോകും. അതിന് വേറെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അത് അടിച്ചും ലെവലും നമ്മൾ എന്ത് ചെയ്യും, സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി INTR എന്ന് പറഞ്ഞ സാധനം, INTR എന്തില്ല, വെക്ടർ ഇല്ല. ഇതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ ഇല്ല. അതിന് വെക്ടർ എവിടെ നിന്ന് കിട്ടണം, നമ്മൾ RST ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് കിട്ടണം. INTR ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, INTR എന്ന് പറഞ്ഞാൽ ലെവൽ ട്രിഗേർഡാണ്. എനി ഇൻറ്ററപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുകയോ റീസെറ്റ് ചെയ്യുകയോ ഡിസേബിൾ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻറ്ററപ്റ്റിനെ INTRന് എന്ത് ചെയ്യില്ല, റെക്കഗ്നൈസ് ചെയ്യില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എനേബിൾ ഇൻറ്ററപ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. 1 ആണെങ്കിൽ മാത്രമേ INTRന് എന്ത് ചെയ്യുള്ളൂ, റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, RST എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടും. അത് RST 00 ആണെങ്കിൽ 000 ആയിരിക്കും. RST 1 ആണെങ്കിൽ 8 ആയിരിക്കും. 2 ആണെങ്കിൽ 10. അങ്ങനെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു അഡ്രസ്സ് ആയിരിക്കും. അങ്ങനെ വെക്റ്റർ കിട്ടുന്നത് എങ്ങനെയായിരിക്കും, അത് ഏത് ഇൻസ്ട്രക്ഷനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. ഏത് കോൾ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് RST ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ട്രാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റാണ്. അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നേരെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒക്കർ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ ഡിലേ ചെയ്യാൻ പറ്റില്ല. ഇനി മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് ആയിട്ടുള്ള വെക്ടറുടെ ഇൻറ്ററപ്റ്റ്സ് ഏതൊക്കെയാണ്, RST 7.5, 6.5 ആൻഡ് 5.5. ഇതിനെ നമുക്ക് എനേബിൾ ഇൻറ്ററപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാസ്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് സിം വെച്ചിട്ട് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. സിം എന്നാണ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട്, സെറ്റ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്നാണ് അതിന് പറയുന്നത്. സെറ്റ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ സിം ഇൻസ്ട്രക്ഷനാണിത്. അപ്പോൾ സിം ആക്ച്വലി ഒരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. സിം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിങ് മോഡ് പറയുകയാണെങ്കിൽ എന്താണ്, ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡാണ്. അത് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ആക്ച്വലി അത് പെർഫോം ചെയ്യുന്നത്. സിം എന്ന് പറഞ്ഞാൽ 2 ഓപ്പറേഷനാണ്, മൾട്ടി ഫങ്ഷൻ ഓപ്പറേറ്ററാണ്. അത് സീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാസ്ക് ചെയ്യാനും ഇൻറ്ററപ്റ്റിനെ മാസ്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ ബൈറ്റ് വാല്യൂ എന്താണോ അതനുസരിച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ആണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം SOD, SID, SDE എന്ന് പറഞ്ഞ സാധനം
സീരിയൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. സപ്പോസ് SDE എന്ന് പറഞ്ഞ ഈ ലൈൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിട്ട് യൂസ് ചെയ്യും? സീരിയൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യും. ഇനി SOD എന്ന് പറഞ്ഞാൽ സീരിയൽ ഔട്ട്പുട്ട് ഡാറ്റ എന്താണോ അതെവിടെയായിരിക്കും? സീരിയൽ ഔട്ട്പുട്ട് ഡാറ്റ. ഇത് സീരിയൽ ഔട്ട്പുട്ട് ഡാറ്റ ആയിരിക്കും SOD. ഡാറ്റ ഔട്ട് ചെയ്യാനാണ്, അതായത് അക്യുമുലേറ്ററിന് ഈ ബിറ്റുള്ള വാല്യൂ എന്താണോ അതെന്തായിരിക്കും നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. SOD എന്ന് പറഞ്ഞാൽ പിന്നിനകത്തേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. SDE എന്ന് പറഞ്ഞാൽ പിന്ന് ലോ ആണെങ്കിൽ ഈ പിന്നിന് എന്തില്ല, സിഗ്നിഫിക്കൻസ് ഇല്ല. പിന്നെ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും? ഒരു ഇൻറ്ററപ്റ്റിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം SDE എന്ന് പറഞ്ഞാൽ പിന്നെ ലോ ആണോ ഹൈ ആണോ എന്ന് മാത്രം നോക്കുക. ലോ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇൻറ്ററപ്റ്റ് മാസ്ക് ചെയ്യുന്നതായിരിക്കും. 1 ആണെങ്കിൽ മാത്രം അത് സീരിയൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. സപ്പോസ് ഇത് ലോ ആണെങ്കിൽ 5th പിന്നിന് എന്തില്ല, സിഗ്നിഫിക്കൻസ് ഇല്ല, അത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇത് RST 7.5 റീസ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന് ഇഫ് 1 RST 7.5 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റീസെറ്റ് ഓഫ്. അപ്പം മാസ്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസ്ക് ചെയ്യാനാണെങ്കിൽ 1 കൊടുത്താൽ മതി, 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. ഇവിടെ 1 കൊടുക്കുക. പിന്നെ MSC തന്നെ മാസ്ക് സെറ്റ് എനേബിൾ, ഇതും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനേബിളും ഡിസേബിളും കൊടുക്കാൻ പറ്റും. ഫ്ലിപ്പ് ഫ്ലോപ്പ് 7.5 ഇത് മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ഇനി 7.5, 6.5, 5.5 ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ അത് മാസ്ക് ചെയ്യാനും, 0 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതിനെ എനേബിൾ ചെയ്യാനുമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റിം എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്. അതും എന്തിനാ? മൾട്ടി ഫങ്ഷനിലാണ്. സീരിയൽ ഡാറ്റ എനേബിൾഡ് എന്നാണ്. സീരിയൽ ഇൻപുട്ട് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, മാസ്ക് റീഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റിം എന്ന് പറഞ്ഞാൽ റീഡ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്നാണ്. റീസെറ്റ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്നല്ല, സെറ്റും റീസെറ്റും അല്ല, റീഡ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്നാണ്. അപ്പം ഇത് സീരിയൽ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ഡാറ്റ, സീരിയൽ ഇൻപുട്ട് ഡാറ്റ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി പെൻഡിങ് ഇൻറ്ററപ്റ്റ്സ് എന്തുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 6th പിൻ എന്തായിരിക്കും? 6 to ഇപ്പം പെൻഡിങ് 7.5 ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, 6.5 ഉണ്ടെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, 5.5 ഉണ്ടെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. ഇൻറ്ററപ്റ്റ് എനേബിൾഡ് ആണോ ഡിസേബിൾഡ് ആണോ എന്ന് ഈ പിന്ന് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 1 ആണെങ്കിൽ എന്തായിരിക്കും? എനേബിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിസേബിൾഡ് ആയിരിക്കും. ഇനി 7.5, 6.5, 5.5 വേണമെങ്കിൽ മാസ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ എന്ത് ചെയ്യും? ബിറ്റ്സ് കാണിക്കാൻ പറ്റും. ഇവിടെ 1 ആണെങ്കിൽ മാസ്ക് ചെയ്തിട്ടുണ്ടാകും, കറസ്പോണ്ടിങ് ഇൻറ്ററപ്റ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാകും? മാസ്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ മാസ്ക് ചെയ്തതും അൺമാസ്ക് ചെയ്തതും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഇത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. റിം എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. റിമിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് സീരിയൽ ഡാറ്റ റീഡ് ചെയ്യാൻ, അതായത് സീരിയൽ ഇൻപുട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും, മറ്റേത് മാസ്ക് റീഡ് ചെയ്യാനും, മാസ്ക് സെറ്റ് വാല്യൂസ് റീഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ.